ഹായ്, വെൽക്കം ടു നമ്മുടെ ചാനൽ. നമ്മുടെ അടുത്തൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം പറഞ്ഞ കുട്ടിമണി, സ്വാഗതം പറഞ്ഞ ശരിക്കും പറയേ. കാറ്റുണ്ട് അമ്മ വർക്കിന് പോയിക്കാട്ടെ. ധാരുടെ പെണ്ണിനെ പഞ്ഞത്തെ ധാരടിയാ പപ്പ അല്ലല്ലോ ഇട്ടെന്താ പപ്പ ധാരുടെ പെണ്ണി മാമയുടെ പെണ്ണി ഇട്ടിട്ടാണ് നടക്കുന്നത്. മാമന്റെയും എലിയും പൂച്ചി തമ്മിലുള്ള അന്തരാണ് രണ്ടിന്റെ ശരീരം. ഇതിട്ട കുട്ടിക്ക് പിന്നെ ഷെഡ് വേണ്ട, ഒന്നും വേണ്ട. നല്ല കുട്ടിയാട്ടാ. ഒരു ഹായ് പറയൂ, ചെറിയ ലവ് യു പറയും. ചെറിയ മുഖത്തുള്ളത് അമ്മ വരാത്ത കാരണമാണ്. അമ്മ വർക്കിന് പോയിക്കില്ല, കഴിഞ്ഞിട്ടില്ല. അമ്മ വർക്കിന് പോയിക്കില്ല. അപ്പൊ രാത്രി പോയതാണ്. ഫ്ലൈറ്റ് പോണ്ട, കാറ്റ് ഫ്ലൈറ്റിൽ കയറിണ്ടാ. ഇനി നമുക്ക് എയർപോർട്ടിൽ പോകണം കേട്ടോ, ഒരാളെ കേക്കിടെ. അപ്പൊ അപ്പൊ ദുബായിക്ക് പറഞ്ഞേക്കട്ടെ. അപ്പൊ ദുബായിക്ക് പോകട്ടെ അല്ലേ? അപ്പൊ ദുബായിക്ക് കൊണ്ടാക്കാൻ വരുമോ? എയർപോർട്ടിലേക്ക് വരുമോ? അപ്പൊ തലകറങ്ങി വീണാലോ? നിന്നെയൊക്കെ വിട്ടു പോണ എന്റെ വിഷമത്തില് തലകറങ്ങി വീണാലോ? ആരെ വിട്ടു പോണ വിഷമം? സത്യം പറയും. ഞങ്ങൾ നോക്കുന്നുണ്ട്, പല വഴി നോക്കുന്നുണ്ട് ഗൾഫിൽ ഇവിടെ. അപ്പൊ കൊറേ കമന്റ് വന്നു കേട്ടോ, ചെന്നിഞ്ഞ് വിട്ടണ്ട, എന്തെങ്കിലും നല്ല ഞാൻ അത് പ്രതീക്ഷിച്ചിട്ട് ഇത്ര നാൾ എന്തെങ്കിലും ഒരു നല്ല കാലം ഉണ്ടാവും, എന്തെങ്കിലും ഒരു നല്ല കാലം ഉണ്ടാവും. ആ പ്രതീക്ഷകൾ ഇപ്പോൾ 10 വർഷം പിന്നിട്ടു. ഇനി ഞങ്ങൾക്കായിട്ട് നല്ല കാലം ഉണ്ടാവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ആരെങ്കിലും ചോദിച്ചിട്ട് ഡ്രൈവർ വിസ എന്തെങ്കിലും നോക്കിയിട്ട് പോകണം. വലിയ സാലറി ഒന്നും ഇല്ലെങ്കിലും ഉണ്ണാളെ പഠിപ്പിക്കാമല്ലോ, അത്രയും ചിന്തിക്കണമല്ലോ. ഉണ്ണാളെ പഠിപ്പിച്ചെടുക്കുക എന്നുള്ള ഒരു ഒറ്റ തീരുമാനം മാത്രം. പിന്നെ നമുക്ക് യൂട്യൂബ് ചാനൽ കൊണ്ടുനടക്കാൻ പറ്റുകയാണെങ്കിൽ വീട്ടിലെ ചിലവുള്ള ആശയം കിട്ടുകയാണെങ്കിൽ അതൊരു ഇതായിരുന്നു. അത്രേ ഉള്ളൂ. അപ്പോൾ കാര്യമില്ല. സത്യം പറഞ്ഞ വിഷയം, നിങ്ങൾക്ക് ആരും വിട്ടു പോകാൻ ഏറ്റവും വിഷമം സത്യസന്ധമായിട്ട് വന്നോണോ. അതിലിപ്പോൾ ഞാൻ പെടാം, അത് പറഞ്ഞിട്ട് എൻ്റെ മക്കളെ പറഞ്ഞത് ഞാനത് ഹാപ്പിയാണ്. എൻ്റെ മക്കളാണ്. എനിക്ക് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ മക്കളുടെ സമയമാകുമ്പോൾ മക്കളുടെ വഴിക്ക് പോവുക. ഉണ്ണി എന്നും എൻ്റെ ജീവിതകാലം ഉണ്ണി ഉണ്ടാവുള്ളൂ. അപ്പോൾ എനിക്ക് ഉണ്ണീനെ വിട്ടു പോകണതിനാണ് ഏറ്റവും പ്രശ്നം. അത് സത്യസന്ധമായിട്ട് പറയണ കാര്യമാണ്. മക്കളേനെ നമ്മൾ ഇങ്ങനെ താലോലിച്ച് പൊന്നരിച്ച് കൊണ്ടു നടന്നിട്ട് ഇടിവെട്ട് കിട്ടിയ മാതിരി എനിക്ക് 2 സംഭവം ഉണ്ടായത്. ഇനി 3ാമത്തെ വന്നാലും 4ാമത്തെ വന്നു ഈ ഇരിക്കുന്ന പേരക്കുട്ടി ചെയ്യാനും ഇടിവെട്ട് അതിൻ്റെ വലിയ ഇടി മിന്നലും ഒക്കെ ഉണ്ടാവും ആ സമയത്ത്. അപ്പം അതോട് കൂടിയിട്ട് ഞാൻ മനസ്സിലാക്കി എനിക്ക് ഉണ്ണിക്ക് ഞാനുണ്ടാവുള്ളൂ. അപ്പോൾ ഉണ്ണീനെ വിട്ടു പോകണേൻ്റെ നല്ല വിഷമമുണ്ടാവും. 10 വർഷമായില്ലേ വന്നിട്ട് ഇവിടെ ഇങ്ങനെ എന്താ ഒരു ഇതിൽ കമൻറ്റിൽ പറഞ്ഞത് എന്തൊട്ടാണ് ഇന്നലെ പൊന്നെന്തോന്ന് പറഞ്ഞോലോ, എന്താ പറഞ്ഞത്? മണഗുണാഞ്ജന എന്തോ ആയിക്കട്ടെ. ഈ പറഞ്ഞ ആൾക്ക് ഈ മണഗുണാഞ്ജന മേത്തതൊന്നും ഒന്ന് നേരെ നിന്ന് മുട്ടാളെ പറ്റില്ല. എന്നിട്ട് അതിനുള്ള ശൂരതയും തന്റെ ഇപ്പോഴും ഈ മനുഷ്യന്റെ. പക്ഷെ നമ്മളല്ലേ ജീവിതത്തിന്റെ മെയിൻ റോൾ എന്താ വെച്ചാൽ മണഗുണാഞ്ജന, അതായത് എല്ലാവരോടും സഹകരിച്ച് എല്ലാ സമയത്തും എല്ലാവരും ഒത്തുചേർത്ത് പോകണം എന്നുള്ളതിന്. അതിൽ ഈ മണഗുണാഞ്ജൻ ചിലപ്പോൾ പിന്നാലെ നടക്കുന്നുണ്ടാവും, ചിലപ്പോൾ മുന്നിൽ നടക്കുന്നുണ്ടാവും. ഇതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഈ പറഞ്ഞ കമൻറ്റ് പറഞ്ഞ ആളുടെ വീട്ടിലത്തെ മണഗുണാഞ്ജൻ എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. എൻ്റെ ജീവിത രീതിയാണ് പറയുന്നത്. ഞാൻ എൻ്റെ ഭാര്യ സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ മക്കളെ സ്നേഹിക്കുന്നുണ്ട് വെച്ചെങ്കിൽ ഞാൻ കുറച്ച് താഴ്ന്നു കൊടുത്തോണ്ട് എനിക്കൊരു പോരായ്മയില്ല. മനസ്സിലായി? ജീവിതത്തിൽ എന്താ ഞാനിപ്പോൾ 10 വർഷമായിട്ടില്ല, 3-4 വർഷമായിട്ടുള്ളൂ ഇവിടെ ഈ ഫീൽഡായിട്ട്. 5 വർഷമായില്ല, 5 വർഷമായിട്ടുള്ള. അത് വരെ ഹോട്ടലായാലും അവിടെ ഗൾഫിലായാലും അതിന് മുന്നേ ആയാലും ബസ്സിന് കണ്ടക്ടറായിട്ട് പോയാലും അല്ലെങ്കിൽ ഇവർക്ക് ഒരു 2-3 ഏക്കറിൽ പണിയെടുത്തിട്ടാണെങ്കിലും പാടത്തും പറമ്പിലും ഒക്കെ പണിയെടുത്തിട്ടില്ല. നമ്മള് മക്കള് അല്ലെങ്കിൽ ഭാര്യ മക്കളൊക്കെ ആകുമ്പോ ഉറച്ച് ഒതുങ്ങി നിൽക്കേണ്ട സമയങ്ങൾ വരുമ്പോ ഒതുങ്ങി നിൽക്കുക, അത്ര മാത്രം. ഞാന് നല്ല ശുണ്ടിക്കറി, നല്ല വാശിക്കറി. ഇതൊന്നും എന്റെ കുട്ടിക്കാലം തൊട്ട് ഒരാളോട് സോറി പറയാത്തൊരു സ്വഭാവം കാര്യങ്ങളുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു ഞാൻ. പക്ഷെ നമ്മുടെ ഒരു കാലഘട്ടങ്ങൾ മാറുമ്പോൾ നമ്മളെല്ലാത്തിനും അഡ്ജസ്റ്റ് ചെയ്ത് എന്താ വെച്ചാൽ ഞാൻ മാത്രമല്ല ലൈഫ് അന്ന് എൻ്റെ കല്യാണത്തിന് മുന്നേ തന്നെ
എൻ്റെ കല്യാണത്തിന് മുന്നേ ടോപ്പില്. എൻ്റെ കല്യാണത്തിന് മുന്നേ എന്ന് പറയാൻ എനിക്ക് മറ്റുള്ള കാര്യങ്ങളൊന്നും അറിയണ്ട, നോക്കണ്ട, ഒന്നും വേണ്ട. പക്ഷേ ഇവിടേക്ക് നോക്കിക്കൊന്നും വിളിച്ച ഈ വെളിച്ചിട്ടത് വെളിച്ചം കണ്ണിൻ്റെ വെള്ളം നിറഞ്ഞതിൻ്റെ ബുദ്ധിമുട്ടാണ്, വേറെ ഒന്നുമില്ല. കണ്ണിൽ വെള്ളം നിറഞ്ഞപ്പോൾ നമുക്ക് മങ്ങിച്ചു. കുറച്ചുകൂടി തിരിച്ചു വെക്കേണ്ടി ഇങ്ങോട്ട് തിരിച്ചു വെക്കി കൂടുള്ളൂ. ഇങ്ങനെയല്ലോ ആ ലൈറ്റിൽ ഏതോ ലൈറ്റ് ഓഫ് ചെയ്ത് അല്ല ഇപ്പോൾ ഓഫ് നോക്കി പുറത്തുനിന്നോ അല്ലേട്ടോ ചൂട് എടുക്കുന്നു. കുഴപ്പമില്ല. അപ്പം നമ്മൾ ക്യാമറ ഒക്കെ ജസ്റ്റ് തിരിച്ച് മറിച്ചൊക്കെ വെച്ചാൽ അപ്പം അത് ലൈറ്റിൻ്റെ പിന്നെ ഇന്നൊരു ചെറിയ മഴക്കാറുണ്ട്. അപ്പോൾ പറഞ്ഞു തന്ന കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ മാറുന്ന സമയത്ത് നമ്മൾ മാറിയേ പറ്റൂ. എനിക്ക് അന്ന് തന്നെ കല്യാണം കഴിഞ്ഞാൽ മുന്നേ തന്നെ എനിക്ക് എൻ്റെ ഒരു കാര്യം മാത്രമേ, എനിക്ക് പ്രത്യേകിച്ച് ആരും കാര്യം നോക്കേണ്ട കാര്യമില്ല. ഇന്ന് എന്ന് പറഞ്ഞാൽ അപ്പം അന്വേഷണ എൻ്റെ മേലാണ് ഈ ഒരു കുടുംബം നിൽക്കുന്നത്. അതിലെനിക്ക് 4 മക്കളാണുള്ളത്. ഈ 4 മക്കളിനെയും ഒരുപോലെ സ്നേഹിച്ച് മുന്നോട്ട് കൊണ്ട് നടക്കണം. അപ്പം നാളെ ഒരു കാറ്റഗറി അവർ ലൈഫിൽ വരുമ്പോൾ അതിൽ ഏറ്റവും മോശമായിട്ട് നിൽക്കുന്നത് ആലോചിച്ചാൽ അവരെയും ഒന്നുകൂടി ചേർത്ത് പിടിച്ച് അവരെ കൂടെ നടന്ന്, ഇതാണ് ഒരു മാതാപിതാക്കൾ ചെയ്യുന്നത്. അല്ലാണ്ട് ഞങ്ങളുടെ തന്നെയല്ല. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ എനിക്ക് കമൻറ്റ് ഇട്ടു, ഞങ്ങളുടെ സെയിം കേസ് ചേച്ചി കാശുള്ള മക്കളെ വേണ്ട, കാശ് കുറഞ്ഞാലും മാറ്റി നിർത്തിക്കാന്ന്. അപ്പം ഇത് ഞാൻ പറഞ്ഞപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റിയ കുറച്ച് ആൾക്കാരെ സ്വയം അനുഭവമാണ് നമുക്കൊക്കെ ഇത് ഉൾക്കൊള്ളാൻ പറ്റണല്ല. പിന്നെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്ത തോന്നിയാസത്തിന് നടക്കുന്നവർക്ക് ഈ വക കാര്യങ്ങളൊന്നും ഏൽക്കില്ല. നമ്മള് നല്ല നിലയ്ക്ക് ജീവിച്ചു പോണതുകൊണ്ടാണ് ഇപ്പൊ അന്വേട്ടന് ഇപ്പൊ ഇത്ര കഷ്ടപ്പെട്ട് നിൽക്കേണ്ട കാര്യമൊന്നും ഇല്ല ഇവിടെ. അന്വേട്ടൻ്റെ കാര്യം നോക്കി മൂട് തുടങ്ങി പോയാൽ എവിടെയെങ്കിലും പോയാൽ ഞാൻ ഒരു എന്തെങ്കിലും രാവിലെ തൊട്ട് രാത്രിക്ക് സന്ധ്യ പണി ചെയ്താൽ കടങ്ങളും ഇല്ല, ബാധ്യതകളും ഇല്ല, 1-2 സുഖമായി ജീവിക്കാം. ചെലവ് കഴിഞ്ഞ് 10-5 രൂപ കീശയിലും വെക്കാം. അത്രേ ഉള്ളൂ. എന്നെ സംബന്ധിച്ചത് എനിക്ക് കണ്ടോണം ആരെങ്കിലും കൂടെ പോയി വല്ലവരും ബത്തൊക്കെ പിടിച്ച് കയറ്റി പോയി കാര്യങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ കാര്യം കഴിഞ്ഞു. പക്ഷെ അതൊന്നൊക്കെ ലൈഫാണോ? അത് ലൈഫല്ല. ഇത് ഞങ്ങളുടെ കുടുംബമാണ്. ആ കുടുംബം നല്ല നിലയ്ക്ക് കൊണ്ട് നടക്കാനാണ് ഞങ്ങൾ ഒരുപാട് കാര്യം ക്ഷമിച്ചും പൊറുത്തും സഹിച്ചും ഇപ്പോഴും ചിലപ്പോൾ എൻ്റെ ഇഷ്ടപ്പെടാത്ത ഒരുപാട് സ്വഭാവങ്ങൾ അതിൻ്റെ ഉണ്ടാവും. ഒരുപാട് സ്വഭാവങ്ങൾ എൻ്റെ പറ്റാത്ത സ്വഭാവമാണ്. പക്ഷെ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ലൈഫിലേക്ക് മുന്നോട്ട് പോണത്. അപ്പുറത്ത് ഒരുപാട് പോസിറ്റീവ് ഉണ്ട് അല്ലേ? ഒരു നെഗറ്റീവിന് ഒരുപാട് അപ്പുറത്ത് പോസിറ്റീവ് ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങളുടെ എന്താ ലൈഫ് എനിക്കും ചില കാര്യങ്ങൾ എനിക്കും എൻ്റെ ഇഷ്ടമില്ലാത്ത 1-2 കാര്യങ്ങളുണ്ടെങ്കിലും ഒരുപാട് അപ്പുറത്ത് പോസിറ്റീവ് പോയി 1-2 കാര്യം നമ്മൾ ശ്രദ്ധിക്കാറില്ല. അതാണ്. ചിലവരുണ്ടല്ലോ ഭർത്താവിന് ഇട്ടെറിഞ്ഞ് പോയിട്ട് ആ 1-2 നെഗറ്റീവ് എടുത്ത് പൊക്കി പിടിച്ച് നടക്കും. ബാക്കിയൊക്കെ അപ്പുറത്ത് പോസിറ്റീവ് ആവും. അത് ശ്രദ്ധിക്കുന്നില്ല. ഈ 1-2 നെഗറ്റീവ് മാത്രം എടുത്ത് പൊക്കി പിടിച്ച് നടക്കും. പിശുക്കനാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഇതൊക്കെയാണ്. അപ്പോൾ മണം കൊണ്ടാഞ്ഞെന്ന് ആര് പറഞ്ഞാലും നമുക്കതൊരു വിഷയമാണ്. എന്താ വെച്ചാൽ ആ മനുഷ്യൻ എന്താണെന്ന് മറ്റെല്ലാവരേക്കും കൂടുതൽ അറിയണ വ്യക്തിയാണ്. ഞങ്ങളിപ്പോൾ ഇങ്ങനെ എല്ലാം ക്ഷമിച്ചും സഹിച്ചും ജീവിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ ഒരുപാട് തൻ്റെയുള്ള സ്ത്രീയായിരുന്നു. തൻ്റെ നല്ല തന്നെയാണ്. ഒരാൾ പറഞ്ഞത് അങ്ങനെ കരയൊന്നുമില്ല. എന്നെ അങ്ങനെ കുലങ്ങളൊരു ജാതി ആളൊന്നും അല്ലായിരുന്നു ഞാൻ. കരയൊന്നുമില്ല. പക്ഷെ ഇന്ന് ഞാൻ ചിലപ്പോൾ മിണ്ടുമ്പോഴേക്കും കരയും. ചിലപ്പോൾ ഒരു റിയലിലെ 2-3 ഡയലോഗ് വായിച്ച് അത് വായിച്ചിട്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തിങ്ങനെ ആയി എന്ന് കണ്ണിങ്ങനെ കുടുളാന്ന് വെള്ളം ചേർന്ന് കേൾക്കാം. അപ്പം അത് ലൈഫിൽ നമുക്ക് വരുന്ന മാറ്റങ്ങൾ തന്നെയാണ്. ഓരോ ഏജ് പോകുമ്പോൾ നമ്മുടെ മനസ്സിനായാലും ശരീരത്തിനായാലും ബലം കുറഞ്ഞു വരും. അപ്പോൾ അങ്ങനെ അപ്പം ലൈഫിൽ ഞങ്ങൾ രണ്ടാളെ ലൈഫിൽ ഞാൻ പറയണ്ട മക്കളെ അന്വേഷണം വെച്ച് ഞാൻ കമ്പയർ ചെയ്യാറില്ല കേട്ടോ. മക്കളിലെ എല്ലാവരും പലരുടെ പറഞ്ഞല്ലേ ഒരു കാലഘട്ടം ആകുമ്പോൾ അവർക്കൊക്കെ നമ്മൾ മടുക്കുമ്പോൾ അവർ വിട്ടെറിഞ്ഞ് ആകെ ഉണ്ടാവുക ഈ ഒരു മുതലാണ്. ഇത് കൂട്ടിയുടെ അമ്മ എപ്പോഴാ വരിക? അമ്മ വരൂടാ. നിനക്ക് എന്തപ്പോ കുഴപ്പം? ഫുഡ് തരുന്നുണ്ട്. അവരുള്ളപ്പ പോലെ ഒക്കെ ഇറങ്ങണില്ല. പിന്നെ എന്താ കുഴപ്പം? അമ്മയാ അപ്പൊ അങ്ങനെ ഒരു കാര്യല്ലേ? നിർത്താറായിക്കണു. 2 വയസ്സാവരെ നിർത്തിക്കോ. അങ്ങനെ പറയല്ല അപ്പ ലവ് യു കൊണ്ട് കെട്ടുപിടിക്കുന്നു.
അടുത്ത് കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ ഒറ്റ ഉമ്മ താഴോ ഉമ്മോണം ഇല്ല മീശൊക്കെ നല്ല സോഫ്റ്റ് മീശ ശരിയാണ്. അപ്പൊ അങ്ങനെ നിങ്ങളുടെ അറിവിൽ എവിടെയെങ്കിലും വല്ല ഡ്രൈവേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ, നമ്മൾക്ക് പോകാനുള്ള കാര്യം നോക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് നല്ലൊരു കാര്യമാണ്. തീർച്ചയായിട്ടും പോവാ. ഇനി പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സമയം. ഞാൻ പോകണ്ടാലും അതിനോട്ട് പോകാണ്ടിരിക്കില്ല. എന്താ വെച്ചെങ്കിൽ ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ജീവിതം അത്രയ്ക്ക് താളം തെറ്റും. പല തെറ്റും മറിച്ചൊക്കെ ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞു കുറച്ചാൾ വിഷമം വിചാരിച്ച് നിങ്ങൾ പോയിട്ട് താമസിക്കാൻ നല്ലൊരു റൂമും കാര്യങ്ങളൊക്കെ ആക്കി കഴിഞ്ഞാൽ ഞാൻ ഒരു 5 കുട്ടികളെ ഞാൻ നോക്കിയിട്ട് ഞാൻ അവിടെ എവിടെയും ഒതുങ്ങി കൂടി തിരിച്ചുകൊണ്ട് പോകുന്നു. എനിക്കിപ്പോൾ കരയുടെ എന്തായാലും കാശ് തരും. ആ കാശ് അയച്ചു തരുന്നതുകൊണ്ട് ഞാൻ അവിടെ ഒതുങ്ങി ഒരു നല്ല 2-3 മക്കളെ, നല്ല മക്കൾ അങ്ങനെ ഇടാം, നല്ല ജലക്ക് ജീവിക്കാന്നുള്ളതാണ് പറഞ്ഞു വന്നത്. ഒരു 3-4 മക്കളേനെ, കുഞ്ഞു മക്കളെന്നൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ പ്രായമുള്ള കുട്ടികളെന്നൊക്കെ ജോലിക്ക് പോകുന്ന അച്ഛനമ്മമാരൊക്കെ ഇങ്ങനെ അവരെ മക്കളെ നോക്കുകയാണെങ്കിൽ ഡേ കെയർ പോലെ ഒരു 4-5 കുട്ടികളൊക്കെ എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും, നോക്കാൻ പറ്റും. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പം അങ്ങനെയൊക്കെ പറ്റുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പതുക്കെ വിട്ടോ റാസ് ഗെയിമിൽ തന്നെ വല്ലയിടത്ത് കിട്ടുന്നതൊക്കെ. അപ്പം അവിടെ ആകുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. അപ്പം അവിടെ 3-4 കുട്ടികളെ നോക്കിയാലും നമ്മുടെ ജീവിതം കഴിഞ്ഞു പോലും. ഞങ്ങൾക്ക് അങ്ങനെ വലിയ വലിയ സ്വപ്നങ്ങളൊന്നുമില്ല. വലിയ കുറേ സ്വർണ്ണമാല ഇടണം, കുറേ സ്വർണ്ണമാല ഇടണം, കുറേ സ്വർണ്ണം വേണം, അങ്ങനത്തെ ആഗ്രഹങ്ങളോ കാര്യമൊന്നുമില്ല. ഈ ആൾ കൂടെ വേണം, അത് മാത്രമേ ലൈഫിൽ ആഗ്രഹമുള്ളൂ. ഈ ആൾ എപ്പോഴും എൻ്റെ അടുത്ത് വേണം, എൻ്റെ നിഴലായിട്ട്. ആള് നേരിലായിട്ട് ഞാനും വേണം, എൻ്റെ നേരിലായിട്ട് ആൾ വേണം, ഇത് മാത്രമേ ഉള്ളൂ. അപ്പം ജീവിച്ചിരിക്കുന്ന കാലഘട്ടം ഞങ്ങൾ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചാണ്. അതിനായിട്ട് പോയിട്ട് ഒരു 5-6 മാസം ആകുമ്പോഴേക്കും ഇങ്ങനെ എന്തെങ്കിലും ആക്കുകയാണെങ്കിൽ നമുക്ക് പറ്റിയ ലൈഫിൽ മാറ്റങ്ങളില്ലാത്തതില്ലല്ലോ. അപ്പം ഇതിനൊക്കെ മാറ്റങ്ങൾ വരുന്നത് നമുക്ക് ഇത് ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള കുറേ പ്ലാനുകളുണ്ട്. നടക്കുമോ ഇല്ലേ ഒന്നും അറിയില്ല. എന്തായാലും എല്ലാ ദൈവത്തിനും ഇട്ട് കൊടുത്തു അല്ലേ? തീർച്ചയായിട്ടും എന്നും ഞങ്ങൾക്ക് 8-8 പണിയാണത്. എന്നും തെരഞ്ഞു പഠിച്ച് പണിയാണത്. എന്റെ ഫാമിലിയിലല്ല എനിക്ക്, അനിയുടെ ഫാമിലിയിൽ അനിയേട്ടനാ. തെരഞ്ഞു പിടിച്ചിട്ട് ഞങ്ങക്ക് പണി തരാം. കുഴപ്പമില്ല, ദൈവത്തിന് അതാവും ഇഷ്ടം. വിഷമണ്ട എന്തോ എനിക്ക് ഈ പറഞ്ഞ മാതിരി കൊറേ നമ്മളങ്ങനെ സുഖം തേടി പോകുന്ന ആളല്ലോ, അതുകൊണ്ടാണ് എനിക്ക് വിഷമം. നമുക്കിപ്പോ അവിടെ പോയി ഇപ്പോഴത്തെ വണ്ടി ഓടിച്ചത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ രീതിയിൽ കൂടെ നടക്കുന്ന ഒരു ചിന്തയില്ലല്ലോ. നമുക്ക് ഫാമിലി ആയിട്ട് നല്ലതില് ഈ നിമിഷം വരെ എന്ത് പിന്നാ ഈ കുട്ടിയത് എന്തത് അമ്മയോ അമ്മ പോയി കാത്തുന്റെ ബുള്ളറ്റ് ഇല്ലേ, അതെനിക്ക് തന്നോട്ടെ. കാത്തു അമ്മമ്മക്ക് കൊടുത്ത ബുള്ളറ്റ് എന്റെ വണ്ടിയാ, എന്റെ വണ്ടി മോളെ, അത് എന്റെ വണ്ടിയാ. ബുള്ളറ്റ് എന്റെ വണ്ടിയാണ്, അപ്പാപ്പയുടെ അമ്മമ്മയുടെ വണ്ടിയാണ്. അപ്പയുടെ ഒന്നല്ല, അപ്പാപ്പയുടെ അമ്മയുടെ വണ്ടിയാ. അപ്പയുടെ ഒന്നല്ല, എന്റെ അപ്പയ്ക്ക് ആ വണ്ടി കൊടുക്കണില്ല. വണ്ടിയല്ലേ അപ്പയ്ക്ക് വണ്ടി കൊടുക്കില്ല. വണ്ടിയല്ലേ? അയ്യോ, അമ്മമ്മയുടെ അപ്പാപ്പയുടെ വണ്ടിയാണ്. കാത്തൂന്റെ ഇല്ല, അമ്മമ്മയുടെ അമ്മമ്മയുടെ ആണ്. അവൾക്ക് ഇഷ്ടാട്ടാ, ഇങ്ങനെ വരല് പൊട്ടിക്കിട്ട് ഇഷ്ടാട്ടാ. അവള് കാര്യമൊന്നുമില്ല, അവള് തരും, അവൾക്ക് ഇഷ്ടം. വെറുതെ ഇങ്ങനെ ഓടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. നേരത്തെ പൊട്ടിച്ചിട്ട് നമ്മള് വിളിച്ചിട്ട് വരാം. കുറച്ച് അങ്ങനെ മേമയ്ക്ക് ട്യൂഷനുള്ള ടൈമായി. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു ഡേ മൈ ലൈഫായിട്ട് വന്നിരിക്കുകയാണ്. ഒരു ഡേ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ കാര്യങ്ങളാണെങ്കിൽ ഇത് അതല്ലാണ്ട് ഇത് പല ദിവസത്തെ കാര്യങ്ങളായിട്ടാണ്. രാവിലെ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വെച്ചിട്ട് വീഡിയോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ അപ്പോഴേക്കും വല്ല ഹോസ്പിറ്റൽസ് വയ്യാന്നുണ്ടോ വലിയ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അങ്ങോട്ട് പോകും. അപ്പോൾ നമുക്ക് വീട്ടിൽ കറക്റ്റ് നേരം ഇരുന്ന് നമുക്ക് ഒരു പണികളോ വീഡിയോ എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം. അപ്പോൾ അന്നത്തെ ദിവസം രാവിലെ പുട്ടും ചെറുപ്പയർ കറിയൊക്കെ ഉണ്ടാക്കി എല്ലാവരും ചായ കുടിച്ചതിന് ശേഷം എനിക്ക് ഭയങ്കര കാലുവേദന കേട്ടോ. അപ്പോൾ കുണുക്കനോട് കാലമർത്തുമ്പോൾ കാർത്തു
കാർത്തുമ്മ അമർത്തി. അപ്പോൾ കാർത്തുമ്മയ്ക്ക് ഒറ്റയ്ക്ക് ഒരു കാല് കെട്ടണം. അമ്മമ്മയ്ക്ക് 2 കാലിലെല്ലാം ഉള്ള കാത്തു എന്ന് പറഞ്ഞു. മോളും മാമയുടെ കൂടെ അമർത്തി. അപ്പോൾ പറ്റില്ല. അതാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് മാമനും മക്കളും തമ്മിലുള്ള കുരുത്തക്കേട് കുറുമ്പ് അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇതാ അമ്മ ഇങ്ങനെ 1/4 മണിക്കൂറാണ്. പിന്നെ അമ്മേനെ ചോദിച്ചിട്ട് ഇങ്ങനെ കാര്യവിട്ടെ കാർത്തു തല്ലുണ്ടാക്കിയപ്പോൾ ആണെങ്കിൽ അത് കഴിഞ്ഞ് അപ്പം അമ്മേനെ അന്വേഷിച്ച് കാര്യവിട്ടെ. അപ്പോൾ കാത്തുവിനെ നോക്കലായിരുന്നു അന്നത്തെ ഫുൾ ഡേ പണിയിട്ട്. വേറെ ഒരു കാര്യങ്ങൾക്ക് ചെയ്യാനോ ഒന്നിനും പറ്റിയില്ല കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു പിറ്റേ ദിവസത്തെ വീഡിയോ തോന്നുന്നു. പിറ്റേ ദിവസം രാവിലത്തെ വീഡിയോ ഉണ്ട്. അത് ഞായറാഴ്ച രാവിലെ എടുത്തു. പിന്നെ എനിക്കൊരു വീഡിയോ കാര്യം ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാർത്തുവിന് അമ്മ വരുമ്പോഴേക്കൊരു സമയം ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. കല്യാണവർക്ക് ഗുരുവായൂരിന്ന് കഴിഞ്ഞിട്ട് വരുമ്പോൾ കേട്ടോ. അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം രാവിലെ കഴിഞ്ഞിട്ട് ഇതാട്ടോ ഞാൻ ഒരു 4 ഉടുപ്പ് ഓണത്തിന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ ഒരു ഉടുപ്പാണ് കേട്ടോ ഇത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. അതിൻ്റെ ഒരു കളർ കോമ്പിനേഷനും ഭയങ്കര ഇഷ്ടമായിട്ട് എല്ലാവരും നല്ല മെറ്റീരിയലാണ് കേട്ടോ. അങ്ങനെ രാവിലത്തെ പരിപാടി എന്താ വെച്ചാൽ എൻ്റെ ഏട്ടനോട് നാളികേരി ജരിക്കുമ്പോൾ പറഞ്ഞ് ഞാൻ തക്കാളിക്കറി ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. കുണുക്കി സ്കൂളിൽ കൊണ്ട് തക്കാളിക്കറി ഇഡ്ഡലി തക്കാളിക്കറി ദോശ ഇത് കുണുക്കി ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് ഗ്രേവി പോലെ വയ്ക്കുകയാണെങ്കിൽ അവർക്കത് ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു സാമ്പാറിനേക്കാളും കൂടുതൽ അവർക്ക് ഇഷ്ടം ഈ ചിക്കൻ കറി തക്കാളി ചമ്മന്തി ഇതൊക്കെ കൂട്ടി ദോശ ഇഡ്ഡലിയും കഴിക്കാനാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം. അവർക്ക് കോട്ടയം ഇട്ടതാട്ടോ, സോറി. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. കുക്കിംഗ് വീഡിയോ ചെയ്യുമ്പോൾ ചേച്ചി സ്ലോ ആയിട്ട് പറയണമെന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള വീഡിയോയിൽ ഞാൻ കുക്കിംഗ് വീഡിയോ പറയുമ്പോൾ സ്ലോ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്ക് പറഞ്ഞു തരാട്ടെ. ഇന്ന് വരെ ഞാൻ എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന കറികൾ മാത്രമേ ഞാൻ കാട്ടുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു തക്കാളി കറിയുടെ റെസിപ്പി ഇഷ്ടം പോലെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് പുതിയ ആൾക്കാരാണ് എൻ്റെ വീഡിയോ കാണുന്നത് എനിക്ക് മനസ്സിലായിട്ട്. എൻ്റെ വഴിയിൽ വെച്ച് കാണുന്നവരൊക്കെ പറയുന്നത് ഞങ്ങൾ പുതിയതായിട്ട് ചേച്ചിയുടെ വീഡിയോ ഇപ്പോൾ കണ്ടു തുടങ്ങിയതാണ്. നമുക്ക് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്, കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ തക്കാളി കറിക്ക് ചട്ടി അപ്പോഴത്തേക്കും കടുക് പൊട്ടിച്ചിട്ട് ഞാൻ കുക്കിംഗ് വീഡിയോ ആയിട്ട് ഞാൻ കാണിച്ചിട്ടില്ല. വറ്റൽമുളക് ഇട്ടു, പിന്നെ സബോള അരിഞ്ഞത് ഇട്ടു, ഇനി പച്ചമുളക് തക്കാളി ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ കഷ്ണങ്ങളായിട്ട് ഇടുന്നത്. അങ്ങനെ മുഖത്ത് ചെറിയ ഭാവങ്ങളും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. തിങ്കളാഴ്ച രാവിലെയാണ് സ്കൂളിൽ പോകാൻ നേരം വൈകുമെന്നുള്ള പേടിയാണ് കേട്ടോ. അങ്ങനെ തിക്കും തിരക്കിലാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം ഒന്ന് വാടി വന്നോട് കൂടിയിട്ട് മുളകും പൊടിയുടെ ഡെപ്പ നോക്കിയപ്പോൾ മുളകും പൊടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡെപ്പയിലേക്ക് അതൊക്കെ എടുത്തിട്ടു. സബോള ഒരുപാട് വാടണ്ടായിരുന്നില്ല, ഒരു പകുതി വശം വാടി വരുമ്പോഴേക്കും നമ്മൾ 2 തക്കാളി അരിഞ്ഞിട്ടുണ്ടായിരുന്നു, അതും ഇട്ട് കൊടുത്തു കേട്ടോ. അതൊന്ന് വാടി ഒന്ന് കുഴഞ്ഞ് വരുന്നതോട് കൂടിയിട്ട് നമുക്ക് നമ്മുടെ മസാലപ്പൊടികളിടാം. മസാലപ്പൊടികളെന്ന് പറഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. കാശ്മീർ ചില്ലി പൗഡറും സാധാ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും നുള്ളു മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇതല്ലാണ്ട് വേറെ ഒന്നും നമ്മൾ ഈ മസാലകളായിട്ട് ഈ തക്കാളിക്കറി ഇടുന്നില്ല കേട്ടോ. ഇഞ്ചി ഇടില്ല, വെളുത്തുള്ളി ഇടില്ല കേട്ടോ. സബോള, പച്ചമുളക്, വറ്റൽമുളക്, തക്കാളി, കടുക്, വെളിച്ചെണ്ണ, പിന്നെ മുളകും പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീർ ചില്ലി പൗഡർ ഉണ്ടത് കുറച്ച് ഗ്രേവി ആയിട്ട് എരിവ് അധികം ഇല്ലാണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ഗ്രേവി കൊണ്ട് ഇഡ്ഡലി കഴിക്കാനും ദോശ കഴിക്കാനൊക്കെ ഭയങ്കര ടേസ്റ്റായിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നും നമ്മൾ ഈ തക്കാളി ചമ്മന്തി, ചട്നി, സാമ്പാർ ഇതൊക്കെ കൂട്ടിയിട്ട് നമുക്ക് ഒരു മടുക്കുമ്പോൾ നമുക്കൊരു വെറൈറ്റിക്ക് എന്തായാലും ഇത് ഉണ്ടാക്കി നമുക്ക് കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന തക്കാളി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറി ആയിരിക്കും ഇത്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതൊന്ന് കുറുകണ വരയ്ക്കും ഒന്ന് തിളപ്പിച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ തക്കാളി കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ തക്കാളി കറിയുടെ പരിപാടി. അത് കഴിഞ്ഞു. ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ അരി അടപ്പത്ത് വെച്ചിട്ടുണ്ട് സ്കൂളിൽ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ നിന്ന് കുണുക്കിന് സ്കൂളിലൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം അഞ്ഞൂറിൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് പോയി വീട്ടിൽ. പിന്നെ എന്തൊക്കെയോ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. ഉന്നോളെ സ്കൂളിൽ ഇട്ടു. ട്യൂഷനാക്കിയതിന് ശേഷം ഉന്നോളെ വീട്ടിൽ കൊടുന്ന് കുളിപ്പിച്ച് ഫുഡൊക്കെ കൊടുത്തിട്ട് ട്യൂഷൻ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ശേഷം ഞങ്ങൾ ട്യൂഷൻ ഉണ്ടാക്കിയിട്ട് ട്യൂഷൻ വിട്ട നേരത്ത് പോയി. ഉന്നോളക്ക് 4:30 ട്യൂഷൻ വിട്ടാൽ 3 മണിക്ക് പോയാൽ 4:30-5 മണിക്ക് ട്യൂഷൻ കഴിയും. ആ നേരത്തെ അവരെ കൊണ്ടുവരുന്ന നേരത്തുണ്ട് കടപ്പുറം മീൻ എന്നിട്ട് പോയതാണ് കേട്ടോ. അത്ര നല്ല മീനായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. അപ്പോൾ അഞ്ഞേട്ടനാണ്ട് ഒന്നും കുറച്ച് മേടിക്കില്ല. അയില മേടിച്ചിട്ടുണ്ട്, പിന്നെ കുഞ്ഞ അയില കുട്ടിയാണ് കേട്ടോ. അതിൽ വലിയ അയില, കുഞ്ഞ അയില കുട്ടി മാതൽ. അപ്പോൾ ഇന്നലെ ഷേബിയും പൊന്നും എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവരും കൂടി കഴിച്ചോട്ടെ വെച്ചിട്ട് എല്ലാവരും കൂടി വറക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മാന്തളും വറക്കാം, അയിലക്കുട്ടികളും വറക്കാമെന്ന് വെച്ചിട്ട് അയില കറി വയ്ക്കട്ടെ. അപ്പോൾ പൊന്നൂന് ഇന്നലെ തിങ്കളാഴ്ച ഒരു റിസപ്ഷൻ വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ പൊന്നാനിയിൽ. അപ്പോൾ പൊന്നു അവിടെ പോയിക്കണം. അപ്പോൾ പൊന്നിനോട് വിളിച്ചിട്ടുണ്ട് നമ്മ ചിക്കൻ മേടിച്ച് വയ്ക്കുമോ വറക്കാനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു മോനെ മീനും മസാലയൊക്കെ അത്യാവശ്യം വെച്ച് മേടിച്ച് വെച്ചിട്ട് ഞാൻ എന്തെങ്കിലും ചിക്കൻ വന്നത് അമ്മ 2 ദിവസം മുന്നേ ഞാൻ ചിക്കൻ മേടിച്ചിട്ട് വറുത്തപ്പോൾ ഇവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ചിക്കൻ വറുത്തത്. ഒരു പ്രത്യേക മസാല പ്രത്യേകിച്ചൊന്നുമില്ല, പക്ഷെ എന്നാൽ ഭയങ്കര ടേസ്റ്റായിട്ടാണ് അങ്ങനെ ചിക്കൻ വറുത്ത് കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ കഴിക്കാൻ ആഗ്രഹമായിട്ട് അമ്മ എന്നാണ്.
അങ്ങനെ ഞാൻ ചിക്കൻ വിളിച്ചിരുന്നു, 2 കിലോ ചിക്കൻ വിളിച്ചിരുന്നു. അത് തന്നെയായിട്ട് കഴുകുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അയിലയിൽ മാങ്ങ, ചുവന്നുള്ളി, ഇഞ്ചി ചതച്ചിട്ടു, തക്കാളി എരിഞ്ഞിട്ടു, പച്ചമുളക് ചീന്തിയിട്ടു, കറിവേപ്പില ഇട്ടു കേട്ടോ. പിന്നെ എനിക്ക് അപ്പുറത്ത് മിക്സിയിൽ ജാലേക്ക് നാളികേരം, മഞ്ഞൾപ്പൊടി, മുളകും പൊടി ഇട്ടിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ച് കൊടുത്തിട്ട് 2 ട്രിപ്പായിട്ട് അരപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പുറത്ത് മീൻ വറക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മീൻ കറിയൊക്കെ സെറ്റായിട്ടുണ്ട്. ഈ നേരത്തെ ഒരു പൊന്നു ഷേപ്പി കഴിഞ്ഞവർക്ക് കഴിഞ്ഞിട്ട് വീടെത്തുമ്പോൾ ഏകദേശം ഒരു 6:45 7 മണി ആവാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ മീൻകറി എത്ര പെട്ടെന്നാണല്ലോ, ഒരുപാട് മീൻകറിയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സിമ്പിൾ പരിപാടി. ആ മാങ്ങയുടെ പരം കുടംപുളി ഇട്ട നല്ല കുടംപുളി ഇട്ട മീൻകറി ഇട്ട. അങ്ങനെ ഞാൻ ഇളക്കി ഉപ്പും പുളിയൊക്കെ ഉണ്ടോ ഒന്ന് വെറുതെ ചെക്ക് ചെയ്ത് ഉപ്പ് കുറവാകുമ്പോൾ കുറച്ച് ഉപ്പ് കൊണ്ടിട്ട് കൊടുത്തു. ആ കുഞ്ഞയില കൂട്ടുകളാണ് കേട്ടോ. അപ്പുറത്ത് ഞാനൊന്ന് വറുത്തു, വലിയ ചൂവൊന്നുമില്ല കേട്ടോ. അതിനായിട്ട് അങ്ങനെ എന്തെങ്കിലും ഒന്ന് മേടിക്കാൻ പറഞ്ഞാൽ കുറേ അങ്ങോട്ട് മേടിച്ചു തരും. അത് അനുവേട്ടൻ അങ്ങനെ തന്നെയാണ്. ഷെബി രണ്ടാളും ഒരേ സ്വഭാവമാണ് കേട്ടോ. ഈ ഒരു കാര്യത്തിൽ എന്താണെന്നറിയില്ല, ഭയങ്കര ഉറക്കം വേണ്ടിയിട്ട് കോട്ടയുടെ. അപ്പോൾ ഈ ചിക്കൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞത് പതുക്കെ പറയാം ചേച്ചി, പതുക്കെയാണ് കണ്ട. മുളകും പൊടി അതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചിക്കൻ നന്നായിട്ട് ഡ്രൈ ആയിട്ട് കഴുകിയെടുക്കുക. മഞ്ഞൾപ്പൊടി, മുളകും പൊടി ഇട്ടു. ഇനി കാശ്മീർ ചില്ലി പൗഡറും കൂടി ഇടണം കേട്ടോ. കാശ്മീർ ചില്ലി പൗഡറും കൂടി ഇട്ടു. എല്ലാവരും ഇടുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ എരിവിന് നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങളുടെ എരിവ് എങ്ങനെയാണെന്ന്. അപ്പോൾ അതിനനുസരിച്ച് ഇടുക. പിന്നെ നമ്മളിടുന്നത് കുത്തിയ മുളകില്ലേ, ഇങ്ങനെ മുളക്, വറ്റമുളക് കുത്തിയത്, ഉപ്പേരി മുളക് എന്നൊക്കെ പറയും, അത് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതൊക്കെ എരിവിനനുസരിച്ച് ഇട്ടാൽ മതി. ഇവിടെ എല്ലാവരും എരിവ് നല്ല മാതിരി കഴിക്കണമാനും അതിനനുസരിച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചിക്കൻ വറക്കണതിൽ കുറച്ച് എരിവൊക്കെ വേണം, അല്ലെങ്കിൽ അതൊക്കെ എണ്ണയിൽ പിടിച്ച് കഴിഞ്ഞാൽ ചിക്കനിൽ എരിവ് ടേസ്റ്റായിട്ട് പിടിക്കില്ല. പിന്നെ അതൊക്കെ ഇട്ടതിന് ശേഷം നമ്മളിതിലേക്ക് ഇടുന്നത് ഗരം മസാല പൊടി. നമ്മൾ വീട്ടിൽ പൊടിപ്പിച്ച് വെച്ചാൽ കുറച്ച് ഗരം മസാല പൊടി ഇട്ട് കൊടുത്തു. അപ്പോൾ ഗരം മസാലയ്ക്ക് പലരും എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഗരം മസാല എന്ന് തന്നെയല്ലേ പറയുക, എനിക്കറിയില്ല. ഞങ്ങളുടെ അവിടെ ഗരം മസാല എന്ന് പറയുന്നത് ചിക്കൻ മസാല ഇല്ല, അതാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ പഠിപ്പിക്കുന്നതാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ടു, സോയാ സോസ് ഒഴിച്ചു കുറച്ച്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നത് വിനാഗിരിയാണ് കേട്ടോ. അതെന്താ വെച്ചാൽ നമ്മൾ ചിക്കൻ വറക്കുമ്പോൾ ഡ്രൈ ആണ്ട് ഉള്ളിൽ നല്ല സോഫ്റ്റായി കിട്ടാണ്ടാണ് കേട്ടോ. അപ്പോൾ സോർക്ക് ഒഴിക്കുന്നത്. അപ്പോൾ അത് പുളി നോക്കിയിട്ട് ഒഴിക്കാം. എല്ലാം കൂടി കൊണ്ട് തിരുമ്പി ചേർത്ത് വെച്ചപ്പോൾ കുറച്ച് സൊറുക്കയുടെ കുറവും കൂടി തോന്നിയപ്പോൾ ഞാൻ കുറച്ച് സൊറുക്കും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് മസാലയൊക്കെ പരട്ടി കഴിഞ്ഞ് നമ്മൾ വറക്കണ നേരത്തുണ്ടല്ലോ, ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ മൈദപ്പൊടിയും 1 ടീസ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കുക. ആ പൊടിയിലേക്ക് തരി മുളക് പൊടി ഇട്ടോട്ടാ. എന്നിട്ട് അതിലിട്ടിട്ട് മൊത്തം പരട്ടി എടുത്തിട്ട് നല്ല മാതിരി വറുത്തെടുത്താണ്ടല്ലോ, ആഹാ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തോട്ടെ. ഇഞ്ചിയുടെയോ വെളുത്തുള്ളിയോ ഒന്നും വേണ്ട, പച്ചമുളകോ ചുവന്നുള്ളിയോ ഒന്നും അരക്കേണ്ടത്. ഇത് എത്ര സിമ്പിളാണ്. ഇതെല്ലാവരും വീട്ടിലുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും വീട്ടിലുണ്ടാവുന്ന സാധനം വെച്ചിട്ട് തന്നെയാണ്. ഇനിയിപ്പോൾ സോയാ സോസ് ഇല്ലെങ്കിൽ അത് വേണ്ട കേട്ടോ, നമുക്ക് നിർബന്ധമില്ല. വിനാഗിരി ഒഴിച്ചാൽ മതി. വിനാഗിരി നമ്മൾ ഒഴിക്കുന്നത് ഒരു ചെറിയ പുളിപ്പ് ടേസ്റ്റിനും, പിന്നെ നമ്മുടെ ചിക്കൻ എത്ര വറുത്ത് വന്നാലും അതിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടിരിക്കാനാണ്, മീറ്റ് നല്ല സോഫ്റ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ്റെ മസാലയൊക്കെ പറ്റി കഴിഞ്ഞു. ഇനി ഓരോ പണിയിട്ട് അപ്പുറത്ത് അതിനായിട്ട് സഹായിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴേക്കും പൊന്നും ഷെബിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കാർത്തു പാവം കുറേ നേരമായിട്ട് പാലൊന്നും കുടിക്കാൻ അമ്മേനെ കിട്ടിയ ആ ഒരു സന്തോഷത്തിൽ ആശാത്ത് അപ്പുറത്ത് നിന്ന് പാല് കുടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരുമ്പി കൂട്ടി കറി വേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത പണി എന്താ വെച്ചാൽ മീൻ കറി വെച്ചു, മീൻ നന്നാക്കി, മീൻ വറുത്തു, ചിക്കൻ വെച്ചു. ഇതൊക്കെ കഴിയുമ്പോൾ ലാസ്റ്റ് എന്തുണ്ടാവും, തൊട്ടി നിറയെ പാത്രങ്ങളുണ്ടാവും. അതൊക്കെ കഴുകി വയ്ക്കലാണ് ഇപ്പോഴത്തെ പരിപാടി കേട്ടത്. അവിടെ അനുവേട്ടനും അതോടുകൊണ്ട് പൊന്നും ഇതോടെയൊക്കെ പോകേണ്ടിട്ടാ. പൊന്നു ഇതേ വന്നു ഉണ്ണീനെ ഉറക്കിയതിന് ശേഷം അവൾ എന്നെ സഹായിച്ച് തരാന്നുണ്ട് അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്കതിൽ പരാതി പറയാൻ പറ്റുന്നത് വെച്ചാൽ കാർത്ത് ഭയങ്കര ശീലക്കേടാ. ആ പണി എടുക്കാൻ അമ്മയ്ക്കില്ല, പൊന്നിൻ്റെ ഒക്കെ തന്നെ അവൾക്കിരിക്കണം. ഒരു തരത്തിലും അവൾ അഡ്ജസ്റ്റ് ചെയ്യില്ല കേട്ടോ. അങ്ങനെ അച്ഛനും മുളക്കും കുളിക്കാതെ വെള്ളം അടുപ്പത്ത് വയ്ക്കാനായിട്ട് ഞാൻ. അപ്പോൾ അന്നേടെ പറഞ്ഞു, ഉണ്ണി എനിക്കും കുളിക്കണം, എനിക്ക് കൂടി വെള്ളം വെച്ചോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അന്നേടെ വെള്ളം വിളിച്ചിട്ട് എനിക്ക് കുളിക്കാൻ വിളിച്ചിട്ട് ഞാൻ എല്ലാവരും പണികളും കുളിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കുണിക്കുകയും സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ അപ്പം എൻ്റെ പാത്രം, സ്നാക്സ് ബോക്സും ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലൊക്കെ കഴുകി എടുത്തേക്കിട്ട് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ നമുക്ക് എല്ലാത്തിനും നേരം കിട്ടില്ല കേട്ടോ. അങ്ങനെ ഏകദേശം പാത്രങ്ങളൊക്കെ മുറി കഴിഞ്ഞോടുകൂടി നമ്മുടെ പൊന്നു വന്നിട്ട് കിച്ചനൊക്കെ തുടച്ച് ക്ലീനാക്കി കഴിഞ്ഞിട്ട് കേട്ടോ. നല്ലൊരു പണിയാണ് കേട്ടോ. നമ്മൾ എന്തുണ്ടാക്കി കഴിഞ്ഞാൽ കിച്ചൻ വൃത്തിയാക്കാനാണ് ഏറ്റവും വലിയ പണി. അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് സ്വാമീനെയൊക്കെ വിളിച്ചതിന് ശേഷം നമ്മൾ കുണിക്കലും പാർട്ട് A കഴിഞ്ഞു, ഇനി B ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബുക്ക് പൊതിയാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ.
ബ്രൗൺ പേപ്പർ കിട്ടാനായിട്ട് കുറേ നടന്നിട്ടാണ് കിട്ടിയിട്ട് ഞാൻ അതിലെ ബുക്ക് പൊതിയുന്നത്. അങ്ങനെ നാളെ ഒട്ട് കുണുക്കിക്ക് പുതിയ പുസ്തകം കൊണ്ട് ചെല്ലാൻ മാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ബുക്ക് പൊതിയായിരുന്നപ്പോൾ എൻ്റെ കൂടെ സഹായത്തിന് പൊന്നും വന്നിട്ട് അമ്മ ഒറ്റയ്ക്ക് ചെയ്യേണ്ട കുണുക്കൻ്റെ കൊണ്ട് കുണിക്കിടുണ്ട്. 2 ബോക്സ് ഉണ്ട്. 2 ബോക്സിലും കുണുക്കൻ്റെ കുണിക്കിടി ബുക്കുകളാണ് കേട്ടോ. അത് ഓണത്തിൻ്റെ ഇത് കഴിഞ്ഞു, ഇനി അടുത്ത പാർട്ട് തുടങ്ങുകയാണെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മാം. അങ്ങനെ നമ്മളിത് ഓരോന്ന് വെച്ച് പേപ്പറൊക്കെ കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. അങ്ങനെ ഇതേപ്പുറത്ത് പൊന്നു വന്നിരിക്കുന്നു കേട്ടോ. ഞാൻ പൊന്നുവിൻ്റെ കണ്ടില്ല, ഇതേ പൊന്നു എൻ്റെ അപ്പുറത്ത് വന്നിരുന്നിട്ട് പൊന്നു നമ്മുടെ സീരിയൽ പ്രാന്തിയാണ് കേട്ടോ. ശരിക്കും ഒരു ഏജ് കഴിഞ്ഞാലേക്കാണ് സീരിയലിൻ്റെ അഡിക്റ്റ് കാര്യങ്ങളാവട്ടെ. അവിടെ ഞാൻ സീരിയൽ കണ്ടിരുന്ന ആളാട്ടോ. ഉണ്ണിയോട് സ്കൂള് കഴിഞ്ഞാലോട്ടെ തന്നെ ഞാൻ സീരിയലൊക്കെ നിർത്തിയെന്ന് കാണുന്നത് വെച്ചാൽ നമ്മൾ ഉണ്ണിയോട് പഠിക്കാൻ പോകണം കുട്ടികളില്ല. അപ്പോൾ നമുക്ക് സീരിയലിൽ ശ്രദ്ധ പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉണ്ണിയോടെ പഠിപ്പിക്കാൻ ഒന്നിനും തോന്നില്ല കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഉണ്ണിയോടുള്ള സ്നാക്സ് ബോക്സാണ് കേട്ടോ, വേറെ ഒന്നുമില്ല. എന്നോട് നാളെ ശോഭയിലെ ചേട്ടൻ ചേച്ചി ഇപ്പോൾ സ്നാക്സ് ബോക്സ് റെഡി ആക്കണില്ല ഉണ്ണിയോടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യം ആപ്പിൾ വെച്ചു, അതിലേക്ക് ബ്രെഡും മുട്ടോട് റോസ്റ്റ് ചെയ്ത് ഒരു കെച്ചപ്പ് വെച്ച് കൊടുത്തപ്പോൾ നമ്മുടെ സ്നാക്സ് ബോക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉണ്ണികൾക്ക് ഇതാണ് ഏറ്റവും ഇഷ്ടം, അതിനനുസരിച്ച് തന്നെയാണ് നമ്മൾ ഓരോന്ന് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ അടുത്ത് നമ്മൾ ലഞ്ച് ബോക്സിൽ പരിപാടികളാണ് കേട്ടോ. അപ്പോൾ അത് ലഞ്ച് ബോക്സിൽ ആദ്യം ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. കണ്ടോ, ചിക്കൻ മിളകിട്ട് നമ്മൾ മീൻ കറി വെക്കില്ല, കൊല്ലം സ്റ്റൈൽ മീൻ കറി, അതുപോലത്തെ റെസിപ്പിയാണ് കേട്ടോ. നമുക്കിതിൽ ഗരം മസാല പൊടിയോ സബോളയോ ഒന്നുമില്ല കേട്ടോ, അങ്ങനെ മല്ലിപ്പൊടിയില്ല, ഒന്നുമില്ല കേട്ടോ. ഇതിലേക്ക് പറഞ്ഞു തക്കാളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി തൊലി വളർക്കണിട്ടത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു അടിപൊളി കറിയുടെ റൈസിലേക്കായാലും ദോശയിലേക്കായാലും ഇഡ്ഡലിക്കായാലും അപ്പത്തിൻ്റെ കൂടെ പൊറോട്ടയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചിക്കൻ കറിയാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നാളത്തെ വീഡിയോയിൽ നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നതാണ് കേട്ടോ. എന്താ വെച്ചാൽ വേറെ ഒന്നല്ല, കുടുക്കിക്ക് സ്കൂൾ വിട്ടത് പിന്നീട് പറഞ്ഞാൽ നാളെയും ഈ ചിക്കൻ കറിയും ചപ്പാത്തിയോ മീൻ കറിയോ പൊറോട്ടയോ അല്ലെങ്കിൽ ദോശയോ മതി എന്നാണ് പറഞ്ഞിട്ട് അവർ രാവിലെ തന്നെ രാത്രി തന്നെ ഓർഡർ ചെയ്തിട്ട് ഇന്നത് വേണമെന്നുണ്ട്. പിന്നെ ഓരോ കോഴിമുട്ട വെച്ച് കൊടുത്തിട്ട് എന്താ വെച്ചാൽ വേറെ ഒന്നും കഴിച്ചിട്ട് മുട്ടയെങ്കിലും കഴിച്ചാൽ അതിങ്ങനെ ഒരു ആരോഗ്യം ഉണ്ടാവില്ലെന്ന് വിചാരിച്ചിട്ട് അതും വെച്ച് കൊടുത്താൽ അവരെൻ്റെ സ്കൂളിൽ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഞാനൊരു വീഡിയോ ഞാൻ ഓണായിട്ട് ഞാൻ എല്ലാ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു, എല്ലാ എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഒക്കെ തിരക്ക് ഹോസ്പിറ്റൽസൊക്കെ കാരണം എനിക്ക് ഒന്നിനും കയറിയിട്ടില്ല. അല്ലെങ്കിൽ ഓണത്തിന് തന്നെ എനിക്ക് കുടുക്കി വയ്യാണ്ടാണേക്കാളും ഓണത്തിൻ്റെ തലേൻ്റെ തലേദിവസം അവിടെ പോയിട്ട് ഞാൻ മാക്സ് എടുത്തിട്ട് എല്ലാ പ്രാവശ്യം ഞാൻ മാക്സിൻ്റെ തുണി എടുത്തിട്ട് ഷൈലേജ് അടിച്ച് തരില്ല പതിവില്ല. എനിക്ക് പ്രാവശ്യം മാക്സിൻ്റെ മെറ്റീരിയൽ എടുക്കാൻ പോകാനോ ഒന്നിനും കയറിയിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു പ്രാവശ്യം എന്തായാലും റെഡിമെയ്ഡ് എടുക്കാൻ വെച്ചിട്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടാവും ഓണത്തിൻ്റെ വ്ളോഗിൽ, അത് കഴിഞ്ഞിട്ട് വ്ളോഗിൽ ഒരു ഓറഞ്ച് ഒരു അതിനെന്താ പറയുക കഫ്ത അങ്ങനെ എന്തോ പറയുന്നത് അതുള്ളത് കേട്ടോ. അത് കുറേ നാളത്തെ ഒരു ആഗ്രഹം എനിക്ക് അതൊരു മാക്സി വേണമെന്ന്. അത് ഒരെണ്ണം ഞാൻ എടുത്തുള്ള ഇട്ട് കഴിഞ്ഞാൽ ഭംഗിയുണ്ടോ ഇല്ലയെന്ന് അറിയാത്താലും ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കി ഞാൻ വേറെ സെപ്പറേറ്റ് 3 മാക്സ് എടുത്തിട്ടുണ്ട്. ഞാൻ അത് ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ അടുത്തൊരു മാക്സി ഇതായിരുന്നു കേട്ടോ ഞാൻ എടുത്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായൊരു, ഞാൻ ഈ കളറുകളൊന്നും അതിൽ എടുക്കാത്ത ഒരാളാണ്. ഇപ്രാവശ്യം ഞാൻ ഒരു വെറൈറ്റികളായിട്ട് എടുക്കാന്ന് വെച്ചാൽ വെറൈറ്റി മോഡൽ എടുത്ത് കേട്ടോ. ഇത് ശരിക്കും ഞാനൊന്നും ഇട്ട് കണ്ടിട്ടില്ല. നമ്മളെൻ്റെ ഷോപ്പിൽ എടുത്ത് വന്നതിന് ശേഷം ഇന്നാണ് ഞാൻ കവറിൽ നിന്ന് മാക്സികളൊക്കെ എടുത്ത് നോക്കണം കേട്ടോ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. നമുക്ക് അന്വേട്ടനോട് ചോദിച്ചു നോക്കാം എങ്ങനെയാണ്. അന്വേട്ടാ ഈ ഒരു മാക്സി എങ്ങനെയുണ്ട് നോക്കിയേ. നമ്മൾ ഓണത്തിന് 4 മാക്സി എടുത്ത് തന്നിട്ടോ ചേട്ടയ്ക്ക്. ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഓണമായിട്ട് വേറെ ഒന്നും വേണ്ട, എനിക്ക് ഒരു 3-4 മാക്സി എടുത്തിട്ടുണ്ട്. എല്ലാ പോലെ ഓണത്തിന് വിഷുവിനാണ് മാക്സി എടുക്കുക, അല്ലാണ്ട് ഇടയിൽ അങ്ങനെ ഒരു മാക്സി എടുക്കുന്ന കാര്യമൊന്നും ഉണ്ടാവില്ല. ഓണം വിഷു ഇതിനാണ് എനിക്ക് മാക്സി എടുക്കുക. അത് 4 ലക്ഷം എടുക്കും. ഇപ്പൊ എല്ലാം കേടേ ഇതെങ്ങനെയുണ്ട്, എന്താ സൗണ്ട് മാറുന്നല്ലോ, വെള്ളം കുടിച്ച് തപ്പി പോയതാ. ഞാൻ അടിപൊളിയായതുകൊണ്ടാണ് ഈ മാക്സി അടിപൊളിയായിട്ടത്. അടിപൊളിയായതുകൊണ്ടാണെന്നൊക്കെ തോന്നണം. സൂപ്പറാകുമ്പോഴല്ലേ ഭംഗിയാവുക. അത് കാണാൻ ഭയങ്കര ഉണ്ട്. അതുകൊണ്ടല്ലേ ഞാനോട് ഭയങ്കര ഞാന് ഉണ്ണീനെ കാണണ്ടാണ്. അപ്പൊ എനിക്കത് ഉണ്ണി ഏതിട്ടാലും എനിക്കിഷ്ടം. അങ്ങനൊന്നുമില്ല, ഏതിട്ട
കിട്ടാൻ ഇഷ്ടമൊന്നുമില്ല. അതൊക്കെ ഒരു ഇഷ്ടങ്ങളുണ്ട് കേട്ടോ. അങ്ങനത്തെ കിട്ടാൻ തന്നെ ഇഷ്ടമുള്ളൂ. അല്ലാണ്ട് കണ്ണി കണ്ട കളറുകളോ കണ്ണി കണ്ട മോഡലുകളോ ഒന്നും ഇട്ടാൽ ഞാൻ സെറ്റ് ചെയ്യാൻ അതിന് ഇഷ്ടപ്പെടാൻ കേട്ടോ. ഇത് ഞാൻ ഇഷ്ടമായി എന്നാണ് പറഞ്ഞല്ലേ. ആ ഓറഞ്ച് നമ്മൾ ഓണത്തിനിട്ടതോ വേറെ രസം. അത് വേറെ രസമല്ല. എനിക്ക് അത് രണ്ടെണ്ണം എടുത്തില്ല. അത്ര രസമല്ല അത്ര രസം പോലെ സാധാ മാക്സിമം നല്ലത്. സാധാ മാക്സിമം നല്ലത്. അത് ശരി. സത്യം നല്ല രസമുണ്ട് സത്യം. അപ്പൊ ഞാൻ എടുത്തിട്ടുണ്ടല്ലോ കുറച്ചിറക്കം കൂടുതലുണ്ട്. വേറെ ഒന്നും കുഴപ്പമില്ല. എവിടെ പുറത്തൊന്നും പോവല്ല, വീട്ടിലല്ലേ. അടിപ്പാടുന്നല്ലേ പണ്ട് നമ്മൾ തറവാട്ടപ്പോ ഇങ്ങനെയായിരുന്നല്ലേ. ആ പണ്ടല്ല ചേട്ടൻ നാട്ടിലേക്ക് ഇപ്പൊ പിന്നെ നാട്ടില് സ്ഥിരപ്പോ എന്റെ ശീലം അനിയേട്ടൻ പഠിച്ചതാ. നല്ല രസമുണ്ട്. കഴിച്ചോണ്ടാ എല്ലാതും ഒരു വെറൈറ്റി ഉണ്ട് കേട്ടോ. നോക്കിയാ ഇതിന് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല ബ്ലാക്ക് നല്ല വെയിലൊക്കെ ഭയങ്കര ഇഷ്ടമായി. നന്നായിട്ടില്ലേ? സൂപ്പറായിട്ടില്ലേ? ഓണായിട്ട് 2-3 മാക്സൊക്കെ എടുത്തു. നമ്മൾക്ക് ഇപ്പൊ എന്തോ ഇനി 2 മാക്സ് എടുത്തുണ്ട്. രണ്ട് മാക്സ് മേടിച്ചാൽ ഓർമ്മ സ്ഥലം തമാശ കുഴപ്പമില്ലല്ലോ. നല്ല കച്ചവടം നോക്കിയോട്ടെ. നല്ല മാക്സില്. ഇതിന്റെ മാക്സില് അഭിപ്രായം പറഞ്ഞിട്ട് ഏതാ ഇഷ്ടമായെന്ന് പറഞ്ഞോട്ടാ. ഇത് ഈ വീടിന്റെ ആദ്യം ഞാനുണ്ട് ഒരു ഓറഞ്ച് മാക്സി. അതാണ് കേട്ടോ. 4 ഒരെണ്ണം. ബാക്കി ഇതൊന്നും ചേട്ടാ അന്ന് ഓണത്തിന് അത് ഇട്ടതിന് പിന്നെ ഒന്ന് പക്ഷേ തുണിയൊക്കെ ഉണ്ടോ അടിപൊളി മെറ്റീരിയൽ നോക്കി. സെറ്റപ്പ് അടിപൊളിയായിട്ടാണ്. സുന്ദരിയായിട്ട് ഒരെണ്ണം കൂടി അത് ഇട്ടിട്ട് കേട്ടോ. അപ്പൊ ഇതാണ് അടുത്ത ത്രെഡാണ്. ത്രെഡ് വർക്കാണ് കേട്ടോ. ഇതിന്റെ കൈമയും ഇവിടെ ഇതിന്റെ താഴെ ഉണ്ട് ത്രെഡ് വർക്കുണ്ട്. പക്ഷെ തട്ടിയൊന്നും തോന്നിക്കില്ല. ഞാൻ കുറെ നാളായിട്ടുള്ള ആഗ്രഹം എല്ലാവരും ഇങ്ങനെ എത്ര വന്നോളം ചെക്കന്മാർ മാത്രം മക്കളെ അവസാനം ഏതൊരു വീഡിയോ കണ്ടുവരും. അപ്പൊ ഇതാണ് അടുത്ത മാക്സി. തണ്ടലൊന്നും ഒളിക്കിട്ടൊന്നുമില്ല. പക്ഷെ മോശം എന്നേക്കാളും തടി പറഞ്ഞാൽ എത്ര പേരാണ് പത്രം. പക്ഷെ ഇത് കയ്യിലെ ടൈറ്റ് ഉണ്ട്. പക്ഷെ ഇതിന്റെ നല്ല കളറാണ്. ആ വീഡിയോയില് കാണുമ്പോ കരിമ്പച്ചായിട്ട് തന്നെ തോന്നുന്നത്. നിങ്ങളുടെ അടുത്ത് നമുക്ക് നോക്കുമ്പോ കണ്ണിന്റെ കുഴപ്പമാകൂല്ലേ. ബ്ലാക്ക് പുറമൊക്കെ നോക്കിയ പുറമൊക്കെ വേറെ ഒരു കണ്ട
ഇന്നലെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? ആ ഇത് ഫുള്ളതല്ല ഇവിടെ വേറെ തുണി വെച്ചടിച്ച വരണല്ലോ കണ്ണടിച്ച് പോയി അല്ലേ ഇതിങ്ങനെ അത് അങ്ങനെ ഒരു പക്ഷെ കട്ടിങ് ആണുള്ളത്. അതെന്താ അതവിടെ കട്ടിങ് പണിയില്ല അവർക്ക് അതിന്റെ ആശയം കഴിക്കുന്നില്ല. അതല്ലേ റൈറ്റ് തന്നെയാണ് അത്യാവശ്യം റൈറ്റ് തന്നെ. പക്ഷെ നമ്മൾ നോക്കുമ്പോ ഇപ്പൊ ചുങ്കിടി മാക്സി ഒക്കെ കോമൺ ആയിട്ട് എല്ലാവരും അതായി ഒരു സമയത്ത് കാണാനില്ല കേട്ടോ. കുറച്ച് ആൾക്കാരെ മറിച്ചു ഇപ്പൊ എല്ലാവരും ചുങ്കിടി ഒക്കെ ചെയ്യുന്നതും ഒരു ചേഞ്ച് വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ആ ചേഞ്ച് ഞാൻ പറയും പറയില്ല. എനിക്ക് ഉറപ്പുള്ളതാണ് ഞാൻ പറയാൻ പറഞ്ഞത്. അപ്പൊ എന്തായാലും ഇത്ര ഉള്ളൂ. നമുക്ക് പോയാൽ അപ്പൊ ഈ 4 വാക്സിൻ 4 ഒരെണ്ണം നമ്മൾ ഇട്ടല്ലോ മുന്നേ. അപ്പൊ ഈ 4 എണ്ണത്തില് ഏതാണ് ഭംഗിന്ന് പറയണം. ഇനി എങ്ങനത്തെയാണ് ഞാൻ എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല അച്ഛനെ എടുത്തരാൻ പറ്റുള്ളൂ. അത് അച്ഛന് കൺഫ്യൂഷനാവും. എനിക്കത് കുറവ് കഴിഞ്ഞോന്നല്ലോ വിഷമിച്ചിട്ട് ഇട്ട് കണ്ടിട്ട് മതിയായില്ല. 5-10 കഴിക്കുന്ന അപ്പോഴാണ് ഇട്ടിട്ട് കാണുമ്പോ മതി. അപ്പൊ ബൈ ബൈ പറ. ബൈ.